ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ലെവൽ ഇതുപോലെ ബോർഡർ ലൈനിൽ വന്നിട്ട് കുറേ നേരം കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള നല്ല കൺസോൾട്ടേഷൻ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു ക്രോസിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് സ്ട്രൈക്ക് ലെവൽസ് വെച്ചുകൊണ്ട് കുറച്ചും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ക്രോസിംഗ് ആണോ ഇല്ല എന്നുള്ളത് നോക്കിക്കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത് ക്രോസിംഗ് ആയിട്ടില്ല, കാരണം നിഫ്റ്റിയുടെ ഫ്യൂച്ചറൊക്കെ വന്നിട്ട് അതിൻ്റെ എൻഡിൽ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്താലേ ക്രോസിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ ക്രോസിംഗ് ലൈൻസിനെയൊക്കെ ക്രോസ് ചെയ്യുമ്പോഴാണ് അത് ക്രോസിംഗ് ആവുക. നോക്കിക്കോളാം, നമ്മൾ പറഞ്ഞ ഒരു ലെവൽ പറഞ്ഞിരുന്നു, അത് നമ്മുടെ നിഫ്റ്റിയിലാണ് ആ ലെവൽ പറഞ്ഞിരുന്നത് അല്ലേ. നിഫ്റ്റിയിൽ ഈ ഒരു പൊസിഷനായപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ട്രേഡോടെ ഒരു ട്രെൻഡ് കാണാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം ഒരു എത്രാമത്തെയാണ് 1 2 3 4th 5th ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്കും ഇത് ബോർഡർ ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ബോർഡർ ലൈനാണോ ബോർഡർ ലൈൻ്റെ മുകളിലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലൊരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ, അതായത് ഇത് കുറേ താഴത്തേക്ക് പോയിട്ടുണ്ട്, കുറേ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ അതൊരു റിസ്ക് തന്നെയാണ്. താഴെയാണോ മുകളിലാണോ എന്ന് പറയാൻ പറ്റില്ല. സോ അവിടെ ഒരു റിസ്ക് പൊസിഷൻ കൂടി ഉണ്ടായിരുന്നു. നിങ്ങളുടേതായ ഒരു അനാലിസിസ് കൂടി യൂസ് ചെയ്യാൻ ഞാൻ അതിനകത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ എന്ന് ബോർഡർ ലൈനിൻ്റെ മുകളിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന പോലെ നമ്മൾ റോബോട്ടല്ല. നമ്മൾ പെട്ടെന്നൊരു കാര്യത്തെ നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ വേറൊരാൾ നോക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും കൂടി അത് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ബോർഡർ ലൈനിൻ്റെ മുകളിലാണ് ഇത് സസ്റ്റെയിൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് നോക്കാം. നോക്കിക്കേ, നമ്മുടെ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഞാൻ പറയാം, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടെ വന്നിട്ടുണ്ട്. സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത്. ഇത് ഉണ്ടാവും നമ്മുടെ സി ക്യാനിൽ ബോർഡർ ലൈന് മുകളിൽ. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണേ സി മുകളിലായിട്ട് നിൽപ്പുള്ളൂ, ബോർഡർ ലൈന് മുകളിലുള്ളൂ. പക്ഷേ പി നമ്മൾ നോക്കിക്കേ, പിയിലേക്ക് നോക്കുമ്പോൾ ഒരെണ്ണം എന്താ ഇവിടെ 4ാമത്തെ ക്യാൻഡിൽ 5ാമത്തെ ക്യാൻഡിൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് ഉണ്ട് എങ്കിലും നമുക്കത് ഒരു ബോർഡർ ലൈൻ റിജക്ഷൻ ആണ് എന്ന് കരുതാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 4 ബോർഡർ ലൈനിലായിരിക്കണമല്ലോ നിൽക്കണം, അല്ലെങ്കിൽ 3 നിൽക്കണം. പക്ഷേ ഇത് ഓൾറെഡി ബോർഡർ ലൈനിലല്ല അല്ലേ. 4ാമത്തെ ക്യാൻഡിലെന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ലെവലിനും ഫസ്റ്റ് ലെവലിനും ഇടയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ 3 അതിൽ 2 ഓക്കെ കൺഫേംഡ് ആണ്. പക്ഷേ 3ാമത്തത് നമുക്ക് എന്ത് ചെയ്യാം, അത്ര വലിയ കൺഫർമേഷനൊന്നും ഇല്ല, എങ്കിലും ഇത് ഓക്കെ ആക്കാം. അപ്പോൾ ഇത് 3 ബോർഡർ ലൈനിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളിവിടെ നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. ദിവസം ഇത് ബോർഡർ ലൈനിലല്ല, എങ്കിലും ഇതൊരു വർക്ക് ചെയ്യേണ്ട ഒരു ക്യാൻഡിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനുള്ള കാരണം ഇപ്പുറത്തുണ്ട്. കാരണം നമ്മൾ നിഫ്റ്റിയെ മാത്രമാണ് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പുറം വേറൊരാളുണ്ടായിരുന്നു, അതായത് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയെ നിങ്ങൾ നോക്കിക്കേ. ബാങ്ക് നിഫ്റ്റി അതേസമയം എവിടെയാണ് നിന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ. ബാങ്ക് നിഫ്റ്റി കണ്ടോ, 4ാമത്തെ ക്യാൻഡിൽ അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ നിൽക്കുകയാണ്. കണ്ടോ, പിയുടെ നോക്കിക്കേ, ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഏത് പി ആണ്, നമ്മളുടെ 51,100 പി, അതായത് നമ്മളുടെ മന്ത്ലി പി. വീക്ക്ലി പി അതേ സമയത്ത് എവിടെ നിൽക്കുന്നു നോക്കി, 4ാമത്തെ ക്യാൻഡിൽ 1 2 3 4 കണ്ടോ, 4th 5th ക്യാൻഡിലെന്ന് പറയുന്നത് അതുപോലെയും ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സി ഒക്കെ എവിടെയാണ് നിൽക്കുക, വീക്ക്ലി സി നിൽക്കുന്നത് ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലാണ് നിൽക്കുന്നത്. ദെൻ അടുത്ത നോക്കിയേ, ഇത് ഇത്രയും വ്യത്യാസമുണ്ട് എങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് വേണമെങ്കിൽ കരുതാം. എന്നാലും 3 കൺഫേംഡ് ആയിരുന്നു, അതായത് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സി ഇടിയും എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മളോട് നിഫ്റ്റിയിൽ കാണിച്ചിരിക്കുന്നത് സി കയറുമെന്നും ഇവിടെ സി ഇടിയുമെന്നും കാണിച്ചു. സോ അതാണ് ആ ഒരു കൺസോൾട്ടേഷൻ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്. നിഫ്റ്റിയിലൊക്കെ ആകുമ്പോൾ നല്ല ഒരു ലോസ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു, ഫാർ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ. സോ എന്നെങ്കിലും അവിടെ ഒരു പൊസിഷൻ അങ്ങനെ തന്നെ റൺ ചെയ്തിരുന്നു. ദെൻ അതിന് ശേഷം ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷമാണ്. ഓക്കെ, അതിനുശേഷം നല്ലൊരു സി പൊസിഷൻ നമുക്കിവിടെ ആക്റ്റീവ് ആയിരുന്നില്ലേ. ആ സി പൊസിഷൻ ആക്റ്റീവ് ആകാനായിട്ട് ഇവിടെ കാരണമുണ്ട്. നമുക്ക് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ് അല്ലേ, ബോർഡർ ലൈനിൽ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ ഇവിടെ ബോർഡർ ലൈനിൽ വന്ന് എൻഡ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് കണ്ടോ, പി പൊസിഷൻ ബോർഡർ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാം, അതായത് ഇവിടുന്ന് ഇറങ്ങി ബോർഡർ ലൈനിൽ വന്ന സാധനം മുകളിലേക്ക് റിജക്റ്റ് ചെയ്യാം. അതുപോലെ പി കയറി ബോർഡർ ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റിജക്റ്റ് ചെയ്യാം, ഒരേപോലെ വരികയാണെങ്കിൽ. ഓക്കെ, ഒരേപോലെ ഈ 2 ക്യാൻഡിൽസിൻ്റെ സമയങ്ങളിൽ ഇത് ഒരേപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് 2 എണ്ണമേ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ. നിഫ്റ്റിയിൽ നോക്കുക, 2 ചാർട്ടിൽ മാത്രം, നിഫ്റ്റിയുടെ 4 ചാർട്ടിൽ 2 ചാർട്ട് മാത്രമേ അത് കൺഫേം ചെയ്യുന്നുള്ളൂ.
പിന്നെ അതേസമയം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഇതുപോലെ എല്ലാം ബോർഡ് ലൈനിൽ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും ചെറിയ ഗ്യാപ്പ് വ്യത്യാസം എല്ലാത്തിനകത്തും ഉണ്ട്. ഒരെണ്ണത്തിൽ മാത്രമല്ല, എല്ലാത്തിനകത്തും ഒരുപോലെ ഉണ്ടെങ്കിൽ ഓക്കെ ആണത്. കണ്ടോ, അതേ പൊസിഷനിൽ ഇതുപോലെ അതായത് സി തന്നെ നോക്ക്, മന്ത്ലി സിയും വീക്ക്ലി സിയും ഒക്കെ ബോർഡ് ലൈനിൽ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പി നോക്കൂ, മന്ത്ലി പിയും വീക്ക്ലി പിയും ഒരെണ്ണം ഒരു പി, അതായത് വീക്ക്ലി പി ഇതിലൂടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവിടെയാണ് രണ്ടെണ്ണം കറക്റ്റായിട്ട് ഓക്കെയാണ്. പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് ഇവിടെയാണ് ഒരു ട്രേഡ് നമ്മൾ ആക്റ്റീവ് ആകുമെന്ന് വിചാരിച്ചത്. രണ്ട് ട്രേഡ് ഒരുപോലെ വന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും അതേസമയം ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നതുകൊണ്ടാണ് അവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. ഇപ്പം നമ്മുടെ നിഫ്റ്റിയിലൊരു പൊസിഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അതേസമയമുള്ള പൊസിഷൻ കൂടെ നോക്കിയേക്കണം. ബാങ്ക് നിഫ്റ്റി വേറെ എന്തെങ്കിലും പൊസിഷൻ ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഇവിടെ നല്ലൊരു ലെവൽ ഇവിടെ ആക്റ്റീവായിരുന്നു കേട്ടോ. അത് നോക്ക്, ബാങ്ക് നിഫ്റ്റി നോക്കി, ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഈ ഒരു ബ്ലൂ മാർക്ക് കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, ബ്ലൂ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, ഈ ഒരു പൊസിഷൻ വന്നപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് ഈ ഒരു പൊസിഷനിൽ. ഓക്കെ, അതേസമയം ഇവിടെ താഴത്തും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. കണ്ടോ, രണ്ട് പി ബാങ്ക് നിഫ്റ്റിയിൽ കൊടുത്തിരുന്ന വീക്ക്ലി പിയും വീക്ക്ലി സിയും മന്ത്ലി സിയും അതുപോലെ തന്നെ താഴത്താണ് നിന്നിരുന്നത്. ഇനി പിയിലേക്ക് വരാം. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിരിക്കണം, താഴത്തെ ഫസ്റ്റ് ലെവലിലായിരിക്കണം. കണ്ടോ, അതായത് സി മുകളിലത്തെ ഫസ്റ്റ് ലെവലിലാണെങ്കിൽ എവിടെയായിരിക്കണം, പി താഴത്തെ ഫസ്റ്റ് ലെവലിലായിരിക്കണം. കണ്ടോ, അതേസമയം അവിടെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഇവിടെയാണ്. എന്നാലും മൂന്നെണ്ണം ഓക്കെ ആണല്ലോ. മൂന്നെണ്ണം ഓക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പി റൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ഞാനിത് കണ്ടിട്ടില്ല, കാരണം എനിക്ക് നെക്കിനിപ്പോൾ നല്ല പെയിൻ ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആ ഇൻഫർമേഷൻ കൂടി പറയുകയാണ്. അതായത് കുറേ നേരം ലാപ്പ് മൊബൈൽ ഫോണ് അത് നോക്കിയിരുന്നതിൽ പിന്നെ കഴുത്തിന് നല്ല രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട്. സോ 2 ആഴ്ച നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഞാനത് ഓഫ് ചെയ്ത് വെച്ച സമയമാണ്. സോ അവിടെ നല്ലൊരു ആക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു 2 പോയിൻറ്റ്സ് നമുക്ക് പറയാനുള്ളത്. ഇത് രണ്ടുമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 2 പോയിൻറ്റ്സാണ് നമുക്കിവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. ഒരേ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ശ്രദ്ധിക്കുക. ഒന്നും കൂടെ നിർത്തി പറയാം. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇതാ ഈ 4ാമത്തെ ക്യാൻഡിൽ ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. അതേസമയം മറ്റുള്ളതും ഫസ്റ്റ് ലെവലിൽ തന്നെ വരികയാണ് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ. സോ അത് കൺഫേംഡ് ആയിട്ടാണ് ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ അതിനൊരു കൺസോൾട്ടേഷൻ വരാൻ കാരണം അതേ സമയം തന്നെ ഇവിടെ അതായത് ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് പി പൊസിഷൻ കാണിക്കുമ്പോൾ ഇവിടെ നിഫ്റ്റി സി പൊസിഷനാണ് കാണിച്ചത്. 2 ഓക്കെ ആയിരുന്നു, ഒരെണ്ണം ഏകദേശം ഓക്കെ ആണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു എന്തുണ്ടായത്, പി പൊസിഷൻ ഉണ്ടായത്. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ നിഫ്റ്റി ബോർഡ് ലൈൻ വരുന്നുണ്ട്. 2 ബോർഡ് ലൈനിൽ ഓക്കെയാണ്. ഇവിടെ ഈ 2 പക്ഷേ 2 ഓക്കെ അല്ല. പക്ഷേ അതേസമയം നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതേ ബോർഡ് ലൈനിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ 2 സിയും ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടിൽ ഈക്വലായിട്ടുള്ള ചെറിയ വ്യത്യാസമാണ്. അല്ലാണ്ട് ഒരെണ്ണം വന്ന് ബോർഡ് ലൈനിൽ ടച്ച് ചെയ്ത് മറ്റൊരെണ്ണം വ്യത്യാസം നിൽക്കുന്നു, അങ്ങനെയുള്ളതല്ല. ഈക്വലായിട്ട് തന്നെയാണ് അവിടെ ഈ ഒരു 3 ക്യാൻഡിൽസും കണ്ടത്. ഇത്രയും ഡിഫറൻസ് ഉണ്ട് ബോർഡ് ലൈൻ ടച്ച് ചെയ്യാൻ. പക്ഷേ അപ്പോൾ ഇവിടെയും ഉണ്ട് ആ ഡിഫറൻസ്, ഇവിടെയും ഉണ്ട് ആ ഡിഫറൻസ്. അങ്ങനെ നിന്ന് അതിൽ ബാക്കി നമ്മുടെ നിഫ്റ്റിയിലും 2 കൺഫേംഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും വലിയ ഒരു റിയാക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ട്രേഡ് ഇല്ലെങ്കിൽ ഈ ഒരു ട്രേഡിനെ അല്ലെങ്കിൽ എൻട്രി ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2 കൺഫേം ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ തന്നെ ഇത് 2 നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 3 കൺഫേം ചെയ്താലേ നമുക്ക് അത്രയും റിയാക്ഷൻ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ട്രേഡ് വേണ്ടാന്ന് വെച്ചാൽ അടുത്ത ട്രേഡ് ഇവിടെ ആക്റ്റീവ് ആയിരുന്നതാ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ബോർഡ് ലൈൻ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. ഈ ക്യാൻഡിലും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ 3 ഓക്കെയാണ്. ഇത് ഫസ്റ്റ് ലെവലിലല്ല, സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ്. ഇത് നല്ലൊരു പൊസിഷനാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ലെവലിൽ നിൽക്കുന്നത് നല്ലൊരു പൊസിഷൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു ലൈൻ ഏറ്റവും ക്യാൻഡിൽ ലാസ്റ്റ് ലൈനിൽ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, അതെ അതുപോലെ തന്നെയാണ് നമ്മളൊരു സി പൊസിഷൻ പറഞ്ഞപ്പോൾ നാലാമത്തെ ക്യാൻഡിൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ്, പിയുടെ ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. സോ അവിടെ ഒരു സി സംഭവിക്കും നമ്മൾ പറഞ്ഞാൽ അവിടെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ആ ഒരു കൺസോൾട്ടേഷനാണ് ആ ഒരു സമയത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രേഡുകൾ എങ്ങനെ ആക്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ സമയത്ത് അതായത് നാലാമത്തെ ക്യാൻഡിൽ ടച്ച് ചെയ്ത സമയത്തും ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാവരും ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ഈ ഒരു ക്യാൻഡിൽ അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 14th ക്യാൻഡിൽ 14ാമത്തെ ക്യാൻഡിൽ ടച്ച് ചെയ്യുന്ന സമയത്തും ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാ ഐറ്റവും അതായത് 4 ഗ്രാഫുകളും ഒരുമിച്ച് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതായത് ഈ ഒരു പി ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. കണ്ടോ, നല്ലൊരു പി ട്രെൻഡ് നമുക്കിവിടെ സംഭവിച്ചിട്ടുണ്ട്, നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ലാസ്റ്റ് സംഭവിച്ചിരിക്കുന്ന സി ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതേ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് നമ്മളുടെ പി. സോ അവിടെ നിന്ന് ഇടിയാൻ സാധ്യതയുണ്ട്. ഇതും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. കണ്ടോ, ബോൾ ലൈൻ താഴെയാണ്. സോ അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ അതേസമയം തന്നെ ഇവിടെയും നമ്മളുടെ ഈ നിഫ്റ്റിയുടെ 2 പിയും പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തപ്പോൾ, അതായത് ഏറ്റവും മുകളിൽ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ 2 പിയും അതുപോലെ തന്നെ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണ്. കണ്ടോ, സോ റിയാക്ട് ചെയ്യാം, തിരിച്ചു പോരാം. കണ്ടോ, ഒരേ സമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെയും പികൾ ഒരേ സമയം അതിൻ്റെ ബോൾ ലൈൻസ് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ഗ്രാഫുകൾ കൺഫേംഡ് ആണ് അവിടെ. പക്ഷേ രണ്ടെണ്ണം നിഫ്റ്റിയുടെയും 2 ബാങ്ക് നിഫ്റ്റിയുടെയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള അനാലിസിസ് വേറെ നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് കൺഫേം ചെയ്തിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൺഫേംഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ഗ്രാഫിൻ്റെ തന്നെ 4 നോക്കുക, അതിൽ 3 കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറയാൻ പറ്റുന്ന, ഒരു ഉറപ്പ് നൽകാൻ പറ്റുന്ന ഒരു ട്രേഡെന്ന് പറയുന്നത്. അടുത്ത മറ്റ് കാര്യങ്ങളൊക്കെ, അതായത് ഈ മൊത്തം 8 ഗ്രാഫും കൂടെ നോക്കിയിട്ട് ചെയ്യാം എന്നൊക്കെയുള്ളതൊക്കെ മറ്റ് അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കൺഫേം ചെയ്തിട്ട് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ ഈ 2 ട്രേഡുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 ട്രേഡ് നടക്കുന്ന സമയത്ത്, അതായത് 4ാമത്തെ ക്യാൻഡിലും 14ാമത്തെ ക്യാൻഡിലും റൺ ചെയ്യുന്ന സമയത്ത് ഒരേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരേ സമയത്ത് ടച്ചിങ് സംഭവിക്കുന്നുണ്ട്. അത് ഒരേ ലൈൻസിൽ, ഫസ്റ്റ് ലെവലാണ് ഫസ്റ്റ് ലെവൽ, ദെൻ ബോൾ ലൈനാണ് ബോൾ ലൈൻ. ഇത് രണ്ടും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത ട്രേഡുകളായിരുന്നു. അതുകൊണ്ടാണ് അതേ സമയത്ത് ആ ട്രേഡ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫുകളെല്ലാം, അതായത് സ്ട്രൈക്ക് ലെവൽസ് ഗ്രാഫുകളെല്ലാം നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലാണ്. ദെൻ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യുക. ദെൻ ഇൻഡെക്സ് ലെവൽസ് നമുക്ക് ഫ്രീ ഗ്രൂപ്പാണ്. അത് താഴെ എൻ്റെ ലിങ്കുണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, അതുവഴി കയറി അതിനകത്തേക്ക് ജോയിൻ ചെയ്യും. കണ്ടോ, നല്ല രീതിയിൽ റിയാക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സിയുടെ പൊസിഷൻ, ഈ ഒരു സി പൊസിഷൻ ഇത്രയും, ലാസ്റ്റ് വന്ന സി പൊസിഷൻ ഇത്രയും. പക്ഷേ നമുക്കൊരു പി ട്രെൻഡ്, നമുക്ക് നല്ല കൺഫേംഡ് ആയിട്ടുള്ള പി ട്രെൻഡ് കിട്ടിയത് ഇതാണ്. കണ്ടോ, 25 രൂപയുടെ സാധനം തന്നെ 125 രൂപയ്ക്കൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു പി ട്രെൻഡ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. നമ്മൾ ഇത്രയും എടുക്കരുത്, 25% പോലെ മാക്സിമം 100% ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാം. ദെൻ നമ്മൾ പറഞ്ഞൊരു സി ട്രെൻഡ് സംഭവിക്കുന്നു പറഞ്ഞ സമയത്ത് ഇത്രത്തോളം കൺസോൾട്ടേഷൻ ആണെങ്കിൽ പോലും ഫാർ ഔട്ട് ഓഫ് ദ മണിയൊക്കെ ആകുമ്പോൾ ഇത്രത്തോളം റിയാക്ട് ചെയ്ത് താഴേക്ക്, അതായത് വലിയ ലോസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പക്ഷേ അതിന് പകരം പി എടുത്താൽ പിയിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും കാണത്തില്ല. കണ്ടോ, എന്തായാലും 25% മൂവ്മെൻ്റ് ഉണ്ട്. കണ്ടോ, എന്നാലും അവിടെ ഒരു കൺസോൾട്ടേഷനാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഇത്ര ഇടിഞ്ഞു പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പയറി ആയതുകൊണ്ടാണ് അതിനത്രയും ലോസ് സംഭവിക്കുന്നത്. അതിനുശേഷമുള്ള സി ട്രെൻഡ് ഇത്രത്തോളം കണ്ട്, അത് ക്വിറ്റ് ചെയ്യാതെ നിന്നവർക്ക് അതിൽ പ്രോഫിറ്റബിളാണ് ഇത്രത്തോളം. കാരണം പി മൂവ് ചെയ്യുന്നൊന്നുമില്ല, പി അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു സി തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടവർക്ക് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 2 ട്രേഡുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, നമ്മളുടെ ഈ 2 പൊസിഷൻസും. ഓക്കെ, അത് നോക്കി വയ്ക്കുക.